സഹൃദയരെ, നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ബൈബിളിൻ്റെ നിസ്തുലിത എന്ന വിഷയത്തിൻ്റെ 34ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ 34ാമത്തെ എപ്പിസോഡിൽ ബൈബിൾ വിമർശനത്തെ അതിജീവിച്ച ഗ്രന്ഥം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. വിശ്വചരിത്രത്തിൽ ബൈബിൾ പോലെ വിമർശനത്തിന് വിധേയപ്പെട്ട ഒരു ഗ്രന്ഥസാഹിതി ഉണ്ടായിട്ടില്ല. ലോകത്തിലെ എല്ലാ മതങ്ങളുടെയും ഗ്രന്ഥസാഹികളെ വിമർശിച്ചാൽ നിശ്ചയമായും അതാത് മതത്തിന്റെ ഗുണഭോക്താക്കളായ ആളുകൾ അവരുടെ ഭക്തിക്കും വിശ്വാസത്തിനും പ്രായോഗികതയ്ക്കും ആധാരമായ ആ വിശുദ്ധ ഗ്രന്ഥങ്ങളെ വിമർശിച്ചാൽ അണികളെ അണിനിരത്തി അതിന് വിരോധമായി വളരെ ശക്തമായി പോരാടുന്നവരാണ്. എന്നാൽ വിശുദ്ധ ബൈബിൾ അങ്ങനെയല്ല. ബൈബിളിനെ കാലാകാലങ്ങളിലായി ധാരാളം ആളുകൾ വിമർശിച്ചിട്ടുണ്ട്. ബൈബിളിന് വിരോധമായി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ബൈബിളിന് വിരോധമായി ധാരാളം സിമ്പോസിയങ്ങളും ക്ലാസുകളും ചർച്ചകളും വാഗ്വാദങ്ങളും അരങ്ങേറിയിട്ടുണ്ട്. ബൈബിൾ ഒരിക്കലും അണികളെ അണിനിരത്തി അവരെ നിരുക്ത കണ്ഠരാക്കി വിജയിപ്പിക്കുവാനായി ശ്രമിച്ചിട്ടില്ല. മറിച്ച് വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്നുള്ള ബൈബിൾ പ്രഖ്യാപനമാണ് ബൈബിളിന്റെ വെല്ലുവിളി. ബൈബിൾ എല്ലായ്പ്പോഴും വിമർശകരെ സ്വാഗതം ചെയ്യുന്ന ഗ്രന്ഥമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ വിശുദ്ധ ബൈബിളിന് വിരോധമായി എഴുന്നേറ്റ് വന്ന സകല വിമർശകരെയും അവരുടെ വിമർശന വേദിയാകുന്ന ചക്കിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് വിമർശനങ്ങളെ അവരുടെ ചക്കിലിട്ട് ചതച്ച് അരച്ച് ചാറില്ലാത്ത ചണ്ടി എന്ന് കണ്ട് ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് അത്തരം വിമർശനങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട് വിമർശനങ്ങളെ അതിശക്തമായ നിലയിൽ അതിജീവിച്ച് നിലകൊള്ളുന്ന വിശുദ്ധ ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. ബൈബിളിന്റെ വിമർശകരിൽ ഭൂരിഭാഗവും ലോകത്തിലെ വിവിധ ശാഖകളിൽപ്പെട്ട തത്വചിന്തകന്മാർ, വിവിധ ബൈബിൾ സെമിനാരികളിലെ അമിത കൃത്യപ്പുകാരായ വേദശാസ്ത്രജ്ഞന്മാർ, ചരിത്രകാരന്മാർ, പുരാവസ്തു ഗവേഷകന്മാർ മുതലായ ആളുകൾ ആയിരുന്നു. അവരുടെ എല്ലാവരുടെയും പേരുകൾ ഇവിടെ പറയുവാൻ ഈ പരിമിതമായ 5-6 മിനിറ്റ് കൊണ്ട് സാധിക്കില്ല. ഇംഗർസോൾ, തോമസ് പെയിൻ, വോൾട്ടയർ, റെനാൻ തുടങ്ങിയ പ്രഗത്ഭന്മാരായ ചിന്തകന്മാരെ പാടെ പരാജയപ്പെടുത്തി. അതുപോലെ ഇമ്മാനുവൽ കാന്റ്, വില്യം ഓൾബ്രൈറ്റ്, കാൾ ബർത്ത് തുടങ്ങിയ മഹാരഥന്മാരെ പരാജയപ്പെടുത്തി വിമർശനങ്ങളെ അതിജീവിച്ച് ഇന്നും ജയിച്ച ജയാളിയായി നിലകൊള്ളുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. വളരെ വേഗത്തിൽ 1, 2, 3 പേരുടെ പേരുകൾ മാത്രം ഓർപ്പിച്ച് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. നമ്പർ 1, ഇമ്മാനുവൽ കാന്റ്. ജർമ്മനിയുടെ കിഴക്കൻ പ്രവിശ്യയിൽ ജനിച്ച് 1724 മുതൽ 1804 വരെ ജീവിച്ച തത്വശാസ്ത്രം, ഗണിതശാസ്ത്രം, ഊർജതന്ത്രം എന്നീ മേഖലകൾ പഠിച്ച് പിന്നീട് അദ്ദേഹം കോണിഗ്സ്ബർഗ് സർവകലാശാലയിൽ 2 പ്രാവശ്യം റെക്ടറായും 6 പ്രാവശ്യം ഡീനായും പ്രവർത്തിച്ച ഒരു മസ്തിഷ്ക മലനായിരുന്നു. തന്റെ ആദ്യത്തെ ക്രിട്ടിക്കിൽ അദ്ദേഹം നിഷേധിച്ച ദൈവം, അമർത്യത, സ്വാതന്ത്ര്യം തുടങ്ങിയ വിഷയങ്ങളെ രണ്ടാമത്തെ ക്രിട്ടിക്കിൽ അദ്ദേഹം തിരുത്തി എഴുതേണ്ട ഗതികേടുണ്ടായി. പിന്നീടാണ് അദ്ദേഹം ക്രൈസ്തവ ലോകത്തിന്റെ മഹത് സംഭാവനകളുമായി ദൈവവിശ്വാസം അധിഷ്ഠിതമായി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ളത്. ഇമ്മാനുവൽ കാന്റ് ദൈവ നിഷേധിയായിരുന്നു, ബൈബിളിനെ വിമർശനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ വിമർശനം ബൈബിളിനെ പരാജയപ്പെടുത്തുകയല്ല, മറിച്ച് വിമർശകനായ ഇമ്മാനുവൽ കാന്റിനെ പരാജയപ്പെടുത്തി ബൈബിളിന്റെ ഗുണഭോക്താവാക്കി മാറ്റുകയാണ് ചെയ്തത്. രണ്ടാമത് ചരിത്രത്തിൽ രംഗപ്രവേശനം ചെയ്ത പ്രസിദ്ധനായ മറ്റൊരാളാണ് 1886 മുതൽ 1969 വരെ ജീവിച്ചിരുന്ന കാർൽ ബർത്ത്. കാർൽ ബർത്തിനെ നമുക്കെല്ലാവർക്കും അറിയാം. സ്വിറ്റ്സർലൻഡിലെ ബാസൽ എന്ന സ്ഥലത്ത് ജനിച്ച് ബാർദുബേൻ യൂണിവേഴ്സിറ്റിയിൽ വൈദിക പഠനം നടത്തി പ്രസിദ്ധ ലിബറൽ ദൈവ ശാസ്ത്രജ്ഞനായിരുന്ന വില്യം ഹെർമാന്റെ കീഴിൽ പഠിച്ച അദ്ദേഹവും ലിബറൽ വേദശാസ്ത്രത്തിന്റെ വക്താവായി പിൽക്കാലത്ത് പരിണമിച്ചു. പിൽക്കാലത്തുണ്ടായ സംഭവ വികാസങ്ങൾ വിളിച്ചതിൽ അദ്ദേഹത്തിന്റെ ദൈവശാസ്ത്ര വിചിന്തനത്തെ പുനർവിചിന്തനത്തിന് അദ്ദേഹം വിധേയപ്പെടുത്തി. മാത്രമല്ല, ആ കാൽബാർത്ത് ലിബറൽ തിയോളജിക്ക് എതിരായി ചിന്തിക്കുകയും ലിബറൽ തിയോളജിക്ക് എതിരായി എഴുതുകയും വേദപുസ്തകം 100% വിശ്വസിക്കുവാൻ കഴിയുന്ന, അക്ഷരികമായി അംഗീകരിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ വചനമാണെന്ന് ലോകത്തിന് മുമ്പാകെ പരസ്യമായി സാക്ഷിക്കുകയും ചെയ്തു. മൂന്നാമത്തെ ആളാണ് ചരിത്ര പ്രസിദ്ധനായിരുന്ന വില്യം ഓൾബ്രൈറ്റ്. അദ്ദേഹം അമേരിക്കയിലെ ഹോപ്കിൻ യൂണിവേഴ്സിറ്റിയിലെയും പിന്നീട്
1910 മുതൽ 1930 വരെയുള്ള കാലഘട്ടങ്ങളിൽ യെരുശലേമിലെ ദി സ്കൂൾ ഓഫ് ഓറിയന്റൽ റിസർച്ച് എന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടറായും സേവനമനുഷ്ഠിച്ച ഒരു ദൈവനിഷേധിയായ മനുഷ്യനായിരുന്നു വില്യം ഓൾബ്രൈറ്റ്. അദ്ദേഹം പറഞ്ഞത്, ചുരുക്കം ചില മുസ്ലിങ്ങളുടെയും യഹൂദന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും വിശ്വാസത്തിന് ആധാരമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ വിശ്വസിക്കാൻ കൊള്ളാത്ത ഗ്രന്ഥമെന്ന് ഞാൻ സ്ഥാപിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ കാലത്തിന്റെ കഥനകഥകൾ ഒന്നൊന്നായി കുമിഞ്ഞുകിടക്കുന്ന പുരാതന ബാബിലോണിലേക്ക് ഞാൻ പോയി ആ പ്രദേശങ്ങൾ ഉത്ഖനനം ചെയ്ത് കഴിഞ്ഞ കാലത്തിന്റെ കഥനകഥകളെ എണ്ണി എണ്ണി പറയുന്ന കരിങ്കൽച്ചീലുകൾ, കളിമൺ ശേഖരങ്ങൾ എന്നിവയുമായി ഞാൻ പുറത്തു വരും. പുറത്തു വന്ന ശേഷം ബൈബിൾ വിശ്വസിക്കുവാൻ കഴിയാത്ത ഗ്രന്ഥം എന്ന് സ്ഥാപിക്കും എന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. ഇസ്രായേലിലെ ടെൽ-അവീവ് യൂണിവേഴ്സിറ്റിയിലുള്ള പ്രഗത്ഭന്മാരായ പ്രൊഫസർമാർ അദ്ദേഹത്തിന്റെ ഭൂമി ഉത്ഖനനത്തിന് വേണ്ടിയുള്ള യാത്രയിൽ ആവശ്യമായ പ്രോത്സാഹനം നൽകി അദ്ദേഹത്തെ യാത്ര അയച്ചു. 3 നീണ്ട വർഷങ്ങൾ നീണ്ടുനിന്ന ഉത്ഖനനത്തിന്റെ ഫലമായി അദ്ദേഹം പുരാതന ബാബേൽ പട്ടണം, നിനവെ, അശൂർ മുതലായ പട്ടണങ്ങളെ ഉത്ഖനനം ചെയ്ത് കഴിഞ്ഞ കാലത്തിന്റെ കഥനകഥകൾ, എണ്ണിപ്പറയുന്ന കരിങ്കൽച്ചീലുകൾ, കളിമൺ ശേഖരങ്ങൾ ഇവയുടെ ആയിരക്കണക്കിന് വസ്തുക്കളുമായി രംഗപ്രവേശം ചെയ്തിട്ട് അദ്ദേഹം വേദപുസ്തകമായി അവയെ തട്ടിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇന്നലെ വരെ ഞാൻ പ്രസംഗിച്ചതും പഠിപ്പിച്ചതും വേദപുസ്തകം വിശ്വസിക്കാൻ കൊള്ളാത്ത ഗ്രന്ഥമെന്ന്. ഇന്നു മുതൽ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് വേദപുസ്തകം വിശ്വസനീയമായ ഗ്രന്ഥമെന്ന്. 12 PhD ഉടമസ്ഥനായിരിക്കുന്ന ഈ വില്യം ഓൾബ്രൈറ്റ് ആണ് ചരിത്ര പ്രശസ്തമാകുന്ന ബൈബിൾ ആൻഡ് ആർക്കിയോളജി എന്ന ഗ്രന്ഥ പരമ്പരകൾ ക്രൈസ്തവ സമൂഹത്തിന് സംഭാവന ചെയ്തിരിക്കുന്നത്. ഞാൻ നിർത്തട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ വിശുദ്ധ ബൈബിളിനെതിരെ വാളോങ്ങിയ ഏത് മനുഷ്യനെയും ബൈബിൾ അമ്പെ പരാജയപ്പെടുത്തിയിട്ട് അതിനെതിരെ വിമർശന ശരങ്ങളെ തൊടുത്തുവിട്ട ആളുകളെയെല്ലാം അവരുടെ വിമർശനങ്ങളെ കേവലം അത് ചതച്ചരച്ച് ചണ്ടിയാക്കി മടക്കി കൊടുത്തിട്ട് ബൈബിൾ ഇന്നും അതിന്റെ അനുഗ്രഹീതമായിരിക്കുന്ന ജൈത്രയാത്ര, വിജയഗാഥ മുഴക്കി അത് യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. ബൈബിൾ ഏത് കാലത്തും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഗ്രന്ഥം, വിമർശനത്തെ സ്വാഗതം ചെയ്യുന്ന ഗ്രന്ഥം, വിമർശകരെ പരാജയപ്പെടുന്ന ഗ്രന്ഥം, വിമർശനങ്ങളെ അതിജീവിക്കുന്ന ഗ്രന്ഥം. ഇത് വായിക്കുവാനും പഠിക്കുവാനും ചിന്തിക്കുവാനും സ്വർഗം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ.